അനധികൃത ഉത്തരവിറക്കിയിരിക്കുകയാണ് കേരള സർവകലാശാല വി.സി. മോഹനൻ കുന്നുമ്മൽ. വി.സിക്കും രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനും വേണ്ടി അഭിഭാഷകയെ നിയോഗിച്ചു. ഹൈക്കോടതിയിലെ കേസിൽ നിലവിൽ മിനി കാപ്പൻ കക്ഷിയല്ല എന്നിരിക്കെയാണ് വി.സിയുടെ ഈ നടപടി. അതെ, ഷീജയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷീജ, അതായത് ഈ കാര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമാകുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് മോഹനൻ കുന്നുമ്മൽ പല കാര്യങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരത്തെ നമുക്കറിയാം, ഈ കോടതി വിധി വന്നതിന് ശേഷമാണ് പല നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്കും ഈ വി.സി. മോഹനൻ കുന്നുമ്മൽ കടക്കുന്നത്. മാത്രമല്ല, നാളെ കേസ് കോടതിയിൽ വരികയും ചെയ്യുകയാണ്. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായും ഭദ്ര സിന്ദൂരി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അനധികൃതമായി നിരവധി കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന രീതിയിലാണ് ഈ ഒരു ഉത്തരവിനെ കാണേണ്ടത്. അത് നാളെ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അതായത് രജിസ്ട്രാർ KS അനിൽകുമാർ കൊടുത്ത കേസ് നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് താൽക്കാലിക VC ആയിട്ടുള്ള ഈ മോഹനൻ കുന്നുമ്മൽ, അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ഇൻചാർജായി VC തന്നെ നിയമിച്ചിട്ടുള്ള മിനി കാപ്പൻ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അഭിഭാഷകയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ അഭിഭാഷകയെ നിയോഗിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടത്, മിനി കാപ്പൻ ഈ കേസിൽ കക്ഷിയല്ല എന്നിരിക്കെയാണ് മിനി കാപ്പന് കൂടി ചേർത്തുകൊണ്ട് ഒരു അഭിഭാഷകയെ നിയോഗിക്കുന്നു. അഭിഭാഷകയെ നിയോഗിച്ച് ഇത്തരത്തിൽ ഉത്തരവിറക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അതിന്റെ ഫണ്ട് അത് സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഉത്തരവ് VCക്ക് ഇറക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് സർവകലാശാലയുടെ ചട്ടങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം VC സ്വന്തം നിലയ്ക്ക് ഈ കേസിൽ കക്ഷി ചേരണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലയ്ക്കാണ് അഭിഭാഷകനെ നിയോഗിക്കേണ്ടതും ഈ കേസിൽ സത്യവാങ്മൂലം അടക്കം സമർപ്പിക്കേണ്ടതും. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അനധികൃതമായിട്ടുള്ള VCയുടെ ഇടപെടൽ വീണ്ടും സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ ഫിനാൻസ് കമ്മിറ്റിയും ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ്. അത്തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ശക്തമായ നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റും ഫിനാൻസ് കമ്മിറ്റിയും സ്വീകരിച്ചിരിക്കുന്നത്. ഷീജ, അതായത് ഈ അഭിഭാഷക കൗൺസിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടായിരുന്നു കോടതിയിൽ. പക്ഷെ അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അനുകൂലമായിട്ടാണ് എന്നൊരു കാര്യം കൂടി ഇന്ന് മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്നോണമല്ലേ ഇപ്പോൾ ഒരു അഭിഭാഷകയെ സ്വന്തമായി നിയമിക്കുന്നത്? തീർച്ചയായും. അതായത് നിലവിൽ അഭിഭാഷക കൗൺസിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ ഇടത് സിൻഡിക്കേറ്റിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് VCയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. പക്ഷേ എന്താണോ സർവകലാശാലയുടെ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡാണ് ഈ കൗൺസിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള വിയോജിപ്പ് VC രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആ ഒരു നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് VC പറയുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം കൂടി VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ VCക്ക് അത്തരത്തിലൊരു ഉത്തരവിറക്കാനോ അല്ലെങ്കിൽ സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഭിഭാഷകയെ നിയമിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം VCയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകം.